ഹായ്, സ്റ്റോക്ക് ട്രിപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിനു ഷൈനി. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലൻ ഫിഷ് ബിരിയാണിയാണ്. അപ്പം നമ്മുടെ ഫിഷ് ദം ബിരിയാണിക്ക് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചൂരമീനാണ്. ഏകദേശം ഒരു 1/2 കിലോൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതെന്തായാലും മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പം സ്പൈസി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം നന്നായിട്ട് ചതച്ചെടുത്തതാണ്. അത് ഒരു തക്കാളി നന്നായി കനം കുറച്ച് അരിഞ്ഞത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് ഈ മസാലകളെല്ലാം നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് ഞെരടി മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിലേക്ക് ഇത് നന്നായിട്ട് പുരട്ടി മസാല എല്ലാം സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം നമ്മളിവിടെ സാധാരണ ഇപ്പോൾ ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും ഇപ്പോൾ ഇത് മസാല എല്ലാം പുരട്ടി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നന്നായിട്ട് ഇറച്ചിയാണെങ്കിലും ഇപ്പോൾ മീനാണെങ്കിലും അതിലേക്കെല്ലാം നന്നായിട്ട് മസാലയും ഉപ്പും എല്ലാം നന്നായിട്ട് പിടിച്ച് സെറ്റായിട്ട് കിട്ടും. പെട്ടെന്ന് തന്നെ അത് സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ബിരിയാണിക്ക് ആയ കാരണം കുറച്ച് കൂടുതൽ സമയം വെച്ചാലാണ് ഇപ്പോൾ ഈ മീനാണെങ്കിലും ഇപ്പോൾ ബിരിയാണിക്ക് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ ശരിക്കും ഉപ്പും എരിവൊന്നും പിടിക്കാത്ത പോലെ ഉണ്ടായിരിക്കും മീനിൽ. അപ്പോൾ നമ്മുടെ മീൻ എല്ലാം മാഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് കുറച്ച് സമയം മസാല പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ പാത്രം കൊണ്ട് ഒരു പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് കഴുകി ഇവിടെ വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം റൈസ് റെഡിയാക്കാം. ഇതിലേക്ക് വളരെ കുറച്ച് മതി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ മസാലയും വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ അരി ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ കഴുകി വെള്ളം മൊത്തമായിട്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊന്ന് നമുക്ക് ഈ വെളിച്ചെണ്ണയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് മൂപ്പിച്ചൊന്നും എടുക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പം ഇതൊരു 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില, പുതിനയില അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനിയിപ്പോൾ ഞാൻ ഈ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട്
എന്നിട്ട് വെയിറ്റ് ഊരി വെക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിൽ നിന്ന് എയർ വരുന്നവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇത് നന്നായിട്ട് എയർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് സിമ്മിലിടാം, വെയിറ്റ് ഇട്ട് കൊടുക്കുക. കറക്റ്റ് 10 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്ത് വെക്കുക. 10 മിനിറ്റ് മതി. അപ്പൊ അതുവരെയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ആ സമയം കൊണ്ട് നമുക്കത് പാനൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളുടെ മീൻ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. നമുക്ക് മറച്ചിടാം. അപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പിന്നെ തന്നെ ഇതിന്റെ എയറെല്ലാം പോകണം. അപ്പൊ അതുവരയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റും. അപ്പൊ നെക്സ്റ്റ് നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് സവാള എല്ലാം വഴറ്റെടുക്കാം. അപ്പൊ നമുക്ക് ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സവാള വഴറ്റണേക്കാൾ മുന്നേ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം. മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് 4 സവാളയാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പൊ ഞാൻ ഈ സവാളയിൽ നിന്ന് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചമുളകാണ്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്. അപ്പൊ അത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. എന്നിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മളുടെ ഉള്ളി, തക്കാളി, പച്ചമുളക് പേസ്റ്റൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് പുതിനയില, മല്ലിയില. അപ്പൊ നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി
നമുക്ക് നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൈസ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. എയറൊക്കെ പോയി. ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് നമുക്കിതൊന്ന് ദമ്മിടാം. ദമ്മിടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഈ ചട്ടി ഞങ്ങൾ മീൻകറി വയ്ക്കുന്ന ചട്ടിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് പരട്ടി കൊടുക്കാം. ഈ ചട്ടി ഞങ്ങളുടെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ അവരെ ഓർക്കുന്നു. ഈ ബിരിയാണി അവർക്ക് വേണ്ടി കൂടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നമുക്ക് മസാല അപ്പം നമ്മൾ സാധാരണ ദമ്മിടുന്ന പോലെ ഓരോ ലെയറാക്കിയിട്ട് നമ്മൾ ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിന് കുറച്ചെടുത്തിട്ട് നമ്മളിവിടെ അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ദമ്മിലേക്ക് ഇടുന്നുണ്ട്. ഇനി ബാക്കി മീൻ വന്നിട്ട് ഇപ്പം ഈ വേവിച്ച് വെച്ചിട്ടുള്ള ചോറിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. കുറച്ച് പുതിനയിലയും മല്ലിയിലയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഈ റൈസ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മീൻ ഇതുപോലെ പൊടിച്ചോട്ട് അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കഴിഞ്ഞാലാണ് നമ്മളുടെ ബിരിയാണിക്ക് ദമ്മിട്ട് കഴിഞ്ഞാൽ ആ ബിരിയാണിക്ക് നല്ലൊരു സ്മെല്ല് കിട്ടുള്ളൂ, ടേസ്റ്റും ഉണ്ടായിരിക്കും അതിന്. സാധാരണ നമ്മൾ ദമ്മിടുന്ന പോലെ തന്നെ എല്ലാതും ഇങ്ങനെ ഓരോ ലെയറാക്കിയിട്ട് ഇടുക. അപ്പോൾ മസാല, റൈസ്, അതുപോലെ തന്നെ ഉള്ളി ഫ്രൈ ചെയ്തത്, കൊത്തമല്ലി, പുതിനയില എല്ലാം ഇട്ടു. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കളറിന് വേണ്ടിയിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പം മഞ്ഞൾപ്പൊടിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ കളറൊന്നല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് മസാലയും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. മേലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് അതുപോലെ സാധാരണ പോലെ തന്നെ നമ്മളിങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ലാസ്റ്റത്തെ ലെയറിൽ നമ്മൾ ഏറ്റവും മുകളിൽ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനെല്ലാം നന്നായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ മസാല, അപ്പോൾ നമ്മൾ വേറെ മസാലകളൊന്നും ഇല്ലല്ലോ, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ടുള്ള മസാല മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉള്ളി ഇതെല്ലാം വഴറ്റിയിട്ടുള്ള മസാല അപ്പോൾ മീനിൻ്റെ മേലെല്ലാം കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില, പുതിനയില, പിന്നെ ഉള്ളി ഫ്രൈ ചെയ്തതൊക്കെ അതിൻ്റെ മേലെ വിതറി കൊടുക്കുക. അണ്ടിപ്പരിപ്പ്, മുന്തിരി നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മളുടെ ബിരിയാണി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ലെയറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അടച്ച് വെയിറ്റ് വെക്കണം. വെയിറ്റ് വന്നിട്ട് നമ്മൾ വെക്കുന്ന വെയിറ്റ് ഇനി അടുപ്പ് വയ്ക്കുക. പാൻ ഒന്ന് ചൂടാവണം. പാൻ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ദമ്മ് വയ്ക്കും.
ഇങ്ങോട്ടേക്ക് ഇറക്കി വെക്കാം. അപ്പം ഈ പാനിലേക്ക് ഇറക്കി വെക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടി പിടിക്കാതിരിക്കാൻ പറ്റുകയാണ്. നമ്മൾ ഡയറക്റ്റ് സ്റ്റൗമ വയ്ക്കുമ്പോൾ ചിലപ്പോൾ അടി പിടിക്കും. അപ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഒരു 3-4 മിനിറ്റ് മതി. അപ്പം ഇത് വെച്ച് ഒരു 3-4 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി എന്തായി നോക്കാം. യെസ്, നമ്മുടെ ഫിഷ് ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫിഷ് ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത് ബിനുവിനെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കി നോക്കാം. അടിപൊളി ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ല ഇതെന്ത് മീനാണെന്നറിയാലോ? ചൂരമീൻ. നമ്മള് നാട്ടില് ചൂരമീൻ, അതല്ലെങ്കിൽ ടൂണ എന്നൊക്കെ പറയാം. അതാണ് ബിരിയാണിക്കൊക്കെ പറ്റിയ മീനാണത്. അപ്പൊ എന്തായാലും കഴിച്ചു നോക്കാം. നല്ല നല്ല മണം. ഓക്കെ, കിടിലൻ, ഒന്നും പറയാനില്ല. നമ്മളെ അമീറലിക്കൊക്കെ പറയുന്ന പോലെ ഒന്നും പറയാനില്ല. അടിപൊളി. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. റൈസ് ഒക്കെ ആക്കാൻ കുക്കറിലായ കാരണം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ചെയ്തത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് വീടുകളിലൊക്കെ. അപ്പോൾ ദമ്മിടേണ്ട കാര്യങ്ങളൊക്കെയും ഷൈനി വിവരിച്ചു തന്നുണ്ട്. നമ്മൾ സാധാരണ മൈദയ്ക്ക് പൊട്ടിച്ചിട്ടുള്ള ദമ്മാണ് നമ്മൾ സാധാരണ ഇടാറ്. പക്ഷെ അതിനേക്കാൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങളത് ചെയ്തിരിക്കുന്നത്. അത് ക്വാണ്ടിറ്റി കുറവായ കാരണമാണ്. അപ്പൊ കൂടുതൽ ക്വാണ്ടിറ്റി ആകുമ്പോൾ നമുക്ക് ആ ഒരു മെത്തേഡ് തന്നെ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാരണം നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണിത്. അതെ, ചിലർ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് ഇറക്കി വെച്ചിട്ട് ഇതുപോലെ വെയിറ്റ് വെച്ചിട്ടുള്ളതും കണ്ടിട്ടുണ്ട് ദമ്മിടുന്നതുകൊണ്ട്. കാരണം പലരും അവരുടെ സൗകര്യപ്രദമായ രീതിയിൽ പല രീതിയിലും ദമ്മിടുന്നുണ്ട്. ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത് സാധാരണ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫിഷ് ദം ബിരിയാണി കണ്ട അടിപൊളി സാധനം, ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് വളരെയധികം അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയില് നമുക്ക് കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.